സ്റ്റഡീസൊക്കെ പറയുന്നത് എ ഐനെയാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന ഒരു സമയത്ത്, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഡോക്ടേഴ്സ് ഇറ്റ്സ് ഓൾവേസ് ഹ്യൂമൻ. നമ്മുടെ ഡോക്ടേഴ്സിനെയാണല്ലോ നമ്മൾ എ ഐ നമ്മുടെ ആരോഗ്യരംഗത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സർജറിയിൽ. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതല്ല ആ ജനം, കാരണം നമ്മൾ എ ഐന്നൊരു ഒരു ഒരു സന്ദേശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പെർസീവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരു ഡോക്ടർ പെർസീവ് ചെയ്യുന്നതും ഒരു സാധാരണ ജനം പെർസീവ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും. നമ്മൾ ശരീരശാസ്ത്രത്തെ ഇറക്കി കുടിച്ചിരിക്കുന്ന വ്യക്തികൾ ഒരു എ ഐ കൊണ്ടിട്ടുണ്ടാകുന്ന പ്രയോജനവും ഇത് നമ്മൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എ ഐ വെച്ച് ചികിത്സിക്കാതെ നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ആളും ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് നമ്മുടെ ഘടന വ്യത്യാസമാണ്. ആ ഘടന ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായില്ലേ? അതുകൊണ്ട് പക്ഷേ നമുക്ക് എ ഐ ഉപയോഗിക്കുകയാണെന്ന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് റോബോട്ടിക് സർജറി, അതിനകത്ത് എ ഐ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ. ഇപ്പോൾ ലിവർ സർജറി എന്നാണെങ്കിൽ നമുക്ക് ലിവറിനകത്തെന്ന് പറഞ്ഞാൽ അനവധി രക്തക്കുഴലുകൾ പിണഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് ലിവർ. അതിനൊന്നും വിഷമം ഉണ്ടാക്കാതെ, അതിനൊന്നും ക്ഷതം ഉണ്ടാക്കാതെ ഈ ട്യൂമറിനെ എടുത്ത് മാറ്റുന്ന സാധ്യതയുണ്ട്. അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ അതിൻ്റെ എ ഇമേജസ് ഇന്നടത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇന്നടത്തൊരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ രക്തക്കുഴലുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു തരുന്ന തരത്തിലുള്ള അഡ്വാൻസ്മെൻറ്റ് എ കൊണ്ട് ഈ സർജറിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിയും ഉണ്ടാവും, ഇനി പല രീതിയിലും. ഇപ്പം തന്നെ എ ഐ, അതായത് ഒരു റോബോട്ടിനെ പരിശീലിപ്പിക്കണം. തൗസൻഡ്സ് ഓഫ് കേസസ് വെച്ചിട്ടായിരിക്കും പരിശീലിക്കണം. പക്ഷേ ആ ഒരു ആവശ്യം മനുഷ്യനെ സംബന്ധിച്ചോളം ഇല്ല. അപ്പോൾ ഡോക്ടർ, ഞങ്ങളിപ്പോൾ ഗൂഗിൾ ഡോക്ടറിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളിപ്പോൾ ChatGPT ഡോക്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ സിംറ്റം പറയുമ്പോൾ തന്നെ വി വിൽ ഗോ ആൻഡ് സെർച്ച് ഇൻ ഗൂഗിൾ എന്ന് പറയുന്ന പോലൊരു സംഭവം, സെർച്ച് എൻജിൻസിലേക്ക്. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. അതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. അതായത് ശരിയാണ്, ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ച് സംശയ നിവാരണം എടുത്ത് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചികിത്സിക്കുന്നതാണ് ഏറ്റവും വലിയ. തന്നെയല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതിനകത്തുനിന്ന് കിട്ടുന്ന ചെറിയ നോളജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡോക്ടറെ വിലയിരുത്തുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. പുള്ളി ഒരു മരുന്ന് എഴുതുന്നു, അതിനകത്ത് ഡിപ്രഷൻ ഉണ്ടാക്കാം, ആങ്സൈറ്റി ഉണ്ടാക്കാം, ഇതൊക്കെ എല്ലാ മരുന്നിനും ഉള്ളതാണ്. പുള്ളി സെർച്ച് ചെയ്യുന്നത് ആ മരുന്ന് മാത്രമായിരിക്കും. മനസ്സിലായില്ലേ? ഡയറി ഉണ്ടാക്കുക, വൊമിറ്റിംഗ് ഉണ്ടാക്കുക, ഹെഡേക്ക്. നമ്മുടെ ഏത് ഡ്രഗിനെ പറ്റി എടുത്തു നോക്കിയാൽ ഹെഡേക്ക്, ഡയറിയ, വൊമിറ്റിംഗ് ഇതെല്ലാം എഴുതിയിട്ടുണ്ടാവും. ചെയ്തോ ഡോക്ടർ വൊമിറ്റിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹെഡേക്ക് ഉണ്ടാക്കുന്ന മരുന്നാണ് എഴുതുന്നതെന്ന് നമ്മളങ്ങ് വിലയിരുത്തും. മനസ്സിലായി? അതുകൊണ്ട് മനുഷ്യ ശരീരത്തിനെ എ ഐ കൊണ്ട് നമ്മൾ സ്വയം വിലയിരുത്താതെ ഡോക്ടറെ കൊണ്ട് തന്നെ എ ഐ കൊണ്ട് ചികിത്സിപ്പിക്കാതെ ഡോക്ടറിനെ കൊണ്ട് ചികിത്സിപ്പിക്കണം.